ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോർണിംഗ് റൂട്ടീനും പിന്നെ നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും അത്യാവശ്യമായ നമ്മുടെ ക്ലീനിങ് ആണല്ലോ ബുദ്ധിമുട്ടായി, പക്ഷേ വളരെ എളുപ്പത്തിൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ രാവിലത്തെ ക്ലീനിങ്ങും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളിലൊക്കെ പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പൂരിയാണ്. പൂരിയും പൊട്ടറ്റോ മസാലക്കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പൂരി ഉണ്ടാക്കുന്ന ദിവസം പിന്നെ അവർക്ക് സ്കൂളിൽ അത് എന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമാണ്. ചോറ് കൊണ്ടുപോകാൻ അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഇന്ന് ചോറൊന്നും ഉണ്ടാക്കാതെ ഞാൻ പൂരിക്കുള്ള മാവെല്ലാം പരത്തി ബോളാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇത്തിരി കറി കൂടുതൽ വേണമല്ലോ. അങ്ങനെ ഞാൻ ഒത്തിരി പൊട്ടറ്റോയും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് കുക്കറിലിട്ട് അല്പം മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് കുക്കറിലൊന്ന് വേകാൻ വയ്ക്കും. ഒരു 3-4 ബിസിലൊക്കെ കേൾക്കുമ്പോൾ അത് വെന്ത് കിട്ടും. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് അപ്പം ഇതൊന്ന് വേവാൻ വയ്ക്കുക. അപ്പം അത് വേവുന്ന സമയത്ത് നമുക്ക് അതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കണം. അതിന് വേണ്ടി തേങ്ങയൊക്കെ ഒന്ന് ചിരുകിയെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചാണ് ഞാനിന്ന് ഈ പൊട്ടറ്റോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് എടുത്തിട്ടുള്ളത് 1 കപ്പ് തേങ്ങയും 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. തേങ്ങയും പച്ചമുളകും മാത്രം എടുത്ത് നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ വെന്ത പൊട്ടറ്റോയിലേക്ക് കൂട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വേറെ ചേർക്കേണ്ടത് നമ്മുടെ ഗരം മസാല പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ കറിയും ഇവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളകും തേങ്ങയും മാത്രമേ അരച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ ആ സമയത്തിന് ഞാൻ ഇപ്പത്ത് കടുക് താളിക്കാനുള്ള വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവും നമുക്ക് പെട്ടെന്ന് റെഡിയാവാം. അപ്പോൾ നമ്മുടെ കറിയെല്ലാം തിളച്ച് കടുകൊക്കെ താളിച്ചത് ഒഴിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പൂരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ പൂരിയൊക്കെ ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ കറി റെഡിയായി, ഞങ്ങളെ പൂരിയെല്ലാം റെഡിയായി. അങ്ങനെ മക്കൾക്ക് കൊടുത്ത് അവർ കഴിച്ച് സ്കൂളിലും അവരിത് തന്നെയാണ് കൊണ്ടുപോയത്. അപ്പം ഞാൻ ഇവിടെ 3 ചപ്പാത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഞാൻ പൂരി കഴിക്കാറുണ്ട്, പക്ഷേ 2 ദിവസം കൊണ്ട് വൈകിട്ട് ഒത്തിരി എണ്ണ പലഹാരമാണ് കേട്ടോ. ചായയുടെ കഴിക്കുന്ന പഴംപൊരി അങ്ങനെയൊക്കെ ഐറ്റം കഴിച്ചുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് അതിൽ നിന്ന് മാവെടുത്ത് 3 ചപ്പാത്തി എടുത്ത് പിന്നെ പൊട്ടറ്റോ കറിയും ഒരടിപൊളി കട്ടനും കൂടെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ അത് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ 2 ചപ്പാത്തി കഴിച്ചോളൂ കേട്ടോ. വലിയ ചപ്പാത്തി ആയിട്ട് 2 കഴിച്ചു. ഒന്ന് നമ്മുടെ ഹാപ്പിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്കുട്ടിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. ഇനി വേറെ ഇന്ന് എടുത്തില്ല കേട്ടോ, ഞാൻ പുറത്ത് ക്യാമറയിൽ നിന്ന് കൊണ്ടുപോയില്ല. അപ്പോൾ അടുത്തത് വീടിനകത്ത് വന്നത് കിച്ചണിൽ എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കണം. അപ്പം സാധാരണ നമ്മളെ വീട്ടിൽ രാവിലെ എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥ ഇതായിരിക്കുമല്ലോ. നോർമലി സ്കൂളിൽ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞുള്ള അവസ്ഥ ഇതാണ്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഫ്രിഡ്ജിനകത്ത് ആക്കി വയ്ക്കും. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നതാണല്ലേ, നമ്മളെ വീട് കാണുമ്പോൾ മറ്റുള്ളവർ എപ്പോഴും നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ ഈ ക്ലീൻ ചെയ്യുമ്പോൾ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതായിട്ട് രാവിലെ തന്നെ നമ്മളെ വീട് എപ്പോഴും വൃത്തിയായിട്ട് ക്ലീനാക്കി ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഏറ്റവും നമുക്ക് അത് വൃത്തിഹീനമായി തോന്നുന്ന ഒരു ഐറ്റമാണ് നമ്മൾ അടുക്കളയിൽ നിരന്ന് കിടക്കുന്ന പാത്രങ്ങൾ. ചിലവരുണ്ട് ഇതിങ്ങനെ വാരി വെച്ചിരിക്കും കേട്ടോ. അവർ വൈകിട്ടായാലും അത് കഴുകാതെ അങ്ങനെ ഒതുക്കി വയ്ക്കാം. അപ്പോൾ അതൊരു വല്ലാത്തൊരു സ്മെല്ലും നമുക്ക് വീണ്ടും വീണ്ടും അവിടെ നിന്നാണല്ലോ നമ്മൾ പാചകം ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാ പാത്രങ്ങളും വൃത്തിയാക്കി നല്ല ക്ലീനായിട്ട് എവിടെയാണ് വയ്ക്കുന്നത് അവിടേക്ക്. ഇപ്പോൾ കബോർഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പകലല്ലേ, രാവിലെ ആയതുകൊണ്ട് ഒന്ന് പുറത്തൊക്കെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവച്ച് ഉണക്കിയിട്ട് കബോർഡിനകത്താക്കി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ അവിടേക്ക് ഒന്ന് കൊണ്ടുവച്ച് നമ്മുടെ ഈ പാചകം ചെയ്യുന്ന കിച്ചൺ നല്ലതായിട്ട് വൃത്തിയാക്കി ഇടണം. അപ്പോൾ മൊത്തം പാത്രം കഴുകി സിങ്കും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. എന്തായാലും നമുക്ക് വീണ്ടും പാചകം ചെയ്യണം, പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നിന്ന് പാചകം ചെയ്യാതെ ഇതുപോലെ നല്ല വൃത്തിയാക്കി
ഇടുക. അതായത് പോലെ ഞാൻ എല്ലാം ഒന്ന് പാത്രമൊക്കെ കഴുകി സിങ്കൊക്കെ നല്ല വെട്ടിത്തിളങ്ങിയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് ജോലി ചെയ്യണം, നല്ല ഒരു ഉന്മേഷം തോന്നും, പെട്ടെന്ന് ജോലി ചെയ്തും തീർക്കാൻ പറ്റും ഇങ്ങനെയാണെങ്കിൽ. പിന്നെ പൂരി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. ആരും മടി വിചാരിക്കണം, നമ്മളൊന്ന് വിചാരിച്ചാൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ ചിലപ്പോൾ രാവിലെ ചായക്കും പാലൊക്കെ തിളപ്പിച്ചതൊക്കെ ഒന്ന് ചിലപ്പോൾ തൂകി നമ്മളിതുപോലെ സ്റ്റൗവിനടിയിലൊക്കെ വീണിട്ട് അപ്പോൾ സ്റ്റൗവൊക്കെ ഒന്ന് ഉയർത്തി അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുക. പിന്നെ ബാക്കി എല്ലായിടും ഒന്ന് തുടച്ച് അതുപോലെ നീറ്റാക്കി ഇടുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ അത്രയും ചെയ്യുമ്പം തന്നെ നമ്മൾ അടുക്കള ഒന്ന് വൃത്തിയാക്കി എടുക്കുമ്പം തന്നെ നമ്മളെ വീടിൻ്റെ പകുതി ഒരു വൃത്തിയൊന്ന് നമുക്ക് തോന്നും. നമ്മൾ സ്ത്രീകൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ അടുക്കള. അങ്ങനെ ഞാൻ ആദ്യം ഇതുപോലെ അടുക്കളയാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വച്ചിരിക്കുന്ന ഇതുപോലത്തെ ഫ്ലവറോ ചെടിയൊക്കെ ഉണ്ടെങ്കിക്കൊണ്ട് വീണ്ടും അവിടെ വയ്ക്കാം. പിന്നെ നമ്മൾ ബെഡ്റൂം ഉണ്ടല്ലോ, ബെഡ്റൂമിലേക്ക് വന്ന് ഇതുപോലെ കർട്ടനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് പിന്നെ ജനലൊക്കെ ഒന്ന് വേണമെങ്കിൽ തുറന്നിടാം കേട്ടോ. അപ്പം ഞാനിത് മുകളിലത്തെ നിലയുണ്ട്, ജനലൊന്നും തുറക്കാൻ നിൽക്കുന്നില്ല. അതൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് നമ്മുടെ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിടാം. അപ്പോൾ കുട്ടികളൊക്കെ വലിയ മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ് അവരൊക്കെ എണീക്കുമ്പോൾ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ അവരൊക്കെ പോയിട്ട് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി ഇടുമ്പോൾ അത് ഒരു സമാധാനമാവില്ല. അപ്പോൾ നമ്മളെ ബെഡ്റൂമും വൃത്തിയാവും, നമ്മളെ കിച്ചനും വൃത്തിയാകുമ്പം വീടിൻ്റെ പകുതിയും കൂടുതലും ജോലി തീർന്നെന്ന് വിചാരിക്കും. അങ്ങനെ ഞാൻ 3 ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്ന ബെഡ്റൂം മാത്രം ഇതുപോലെ വൃത്തിയാക്കി എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വീടിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെടികൾ വയ്ക്കാറുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് വെയിൽ കൊള്ളാൻ വേണ്ടി ഒന്ന് വയ്ക്കുക. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ വെയിൽ കൊള്ളുമ്പോൾ ഇത് നല്ല ഫ്രഷായിട്ട് ഇരിക്കും. അങ്ങനെ അതെല്ലാം എടുത്ത് വെളിയിൽ കൊണ്ടുവച്ച് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന സ്ഥലമാണല്ലോ നമ്മുടെ ഡൈനിങ് ടേബിൾ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അപ്പം ചിലപ്പോൾ ഇവിടെ അങ്ങനെ വൃത്തിയാൻ ആവില്ല, എന്നാലും ആരെങ്കിലുമൊക്കെ ഒരാളെങ്കിലും വന്ന് കഴിക്കാതിരിക്കില്ല. അങ്ങനെ ഒന്ന് ഞാനെന്നും ഇതുപോലെ ഒന്ന് തുടച്ചിട്ടും അത് കഴിഞ്ഞ് നമ്മുടെ വാഷ് ബേസിനും അതുപോലെ തുടച്ച് പിന്നെ നമ്മുടെ ഫ്രണ്ട് ഏരിയ ഉണ്ട് സിറ്റ് ഔട്ട്. അപ്പോൾ എന്നും ഇതുപോലെ തൂക്കാറുണ്ട്, തുടയ്ക്കാറില്ല കേട്ടോ. ഞാനൊന്നും തുടയ്ക്കാറില്ല, 2-3 ദിവസമൊക്കെ ആകുമ്പോഴേ തുടയ്ക്കാറുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനെയൊക്കെ വീണ് വൃത്തിയില്ലാതാവുമ്പോഴാണ് ഞാൻ തുടച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ എന്നും ഇതുപോലെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടും. എന്നും തൂക്കണം കേട്ടോ, നമ്മളെ വീടിനൊരു പ്രത്യേക ഐശ്വര്യമാണ് തൂത്ത് ക്ലീനാക്കി ഇടുമ്പം. അങ്ങനെ സിറ്റ് ഔട്ടും ഇതുപോലെ നമ്മുടെ ഹാളും ഒക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചിടുക കേട്ടോ. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നിടം ഒന്ന് എപ്പോഴും തൂക്കാൻ വേണ്ടി ശ്രമിക്കുക രാവിലെ. ഞാനിപ്പോൾ താഴത്തെ നിലയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ താഴത്തെ നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളാണ്. ഈ ഹാള്, സിറ്റ് ഔട്ട്, കിച്ചണ്, പിന്നെ ഒരു ബെഡ്റൂമാണ് താഴെയുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടും. മുകളിൽ അങ്ങനെ നമ്മൾ രാത്രി കിടക്കാനാണല്ലോ പോകുന്നത്, അപ്പോൾ അത്രയ്ക്ക് വൃത്തിയേടാകാറില്ല. അങ്ങനെ ഞാൻ ഇതുപോലെ രാവിലെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് ഇതുപോലെ കിച്ചണൊക്കെ വൃത്തിയായി കഴിഞ്ഞ് പിന്നെ നമ്മൾ വീടും പിന്നെ പരിസരം വെളിയൊക്കെ ഒന്ന് വൈകിട്ടായിരിക്കും കേട്ടോ കൂടുതൽ സമയത്തിന്. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ സമയം രാവിലെ കിട്ടുകയാണെങ്കിൽ അതുപോലെ പുറം ഭാവമൊക്കെ ഒന്ന് വൃത്തിയാക്കും. ഇല്ലെങ്കിൽ രാവിലെ ഇതുപോലെ ചെയ്തിട്ട് വൈകിട്ടായിരിക്കും അങ്ങനെ ചെയ്യുക. അതൊക്കെ നമ്മളെ ഇഷ്ടം, നമ്മൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഓരോന്ന് കണ്ട് അറിഞ്ഞ് ചെയ്യുക. അപ്പം നമ്മളെ വീട് ഒരു പ്രത്യേക ഭംഗി നീറ്റുമായിട്ട് കിടക്കുക. നമ്മൾ തന്നെ ശ്രമിക്കുക നമ്മളെ വീട് എത്രത്തോളം വൃത്തിയാക്കി ഇടണമെന്നുമല്ല. നമുക്ക് തന്നെ മടി പിടിച്ചാൽ പിന്നെ നമ്മളെ വീട്ടിലൊന്നും ചെയ്യാൻ ആരും കാണില്ല. അങ്ങനത്തെ എല്ലാം തൂത്ത് തുടച്ച് നല്ല വൃത്തിയാക്കി വീടൊക്കെ നല്ല ക്ലീനാക്കി കണ്ണാടി പോലെ തിളങ്ങുന്നില്ല അതുപോലെ ആയി കിടക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.